നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒന്നാമത്തെ വരുമാന സ്രോതസ്സാണ് മദ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ടാക്സ്. അപ്പൊ ഈ മദ്യം വിറ്റുള്ള വരുമാനം എന്തുമാത്രം മദ്യമാണ് ഇപ്പൊ ഈ അടുത്തിടെ ഈ ഓണത്തിന്റെ 10 എന്നാണല്ലോ, അത്തത്തിനും ഓണത്തിനും തിരുവോണത്തിനും ഇടയ്ക്ക് വിറ്റുപോയത് എന്ന് നമുക്കൊന്ന് നോക്കാം. 700 കോടി രൂപയുടെ മദ്യമാണ് ഈ ദിവസങ്ങളിലായി കേരളത്തിൽ വിറ്റുപോയത്. അതായത് 9 ദിവസത്തെ ഇന്നത്തെ കൂട്ടാതെ 9 ദിവസത്തെ വിൽപ്പനയാണ് 700 കോടി രൂപയുടെ 700.93 കോടി രൂപയുടെ മദ്യമാണ് ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിലൂടെ മാത്രം വിറ്റുപോയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് 715.97 കോടിയായിരുന്നു. അതായത് ഈ വർഷം 700.93 കോടിക്ക് വിറ്റപ്പോൾ കഴിഞ്ഞ വർഷം 715.57 കോടിക്ക് വിറ്റു എന്നാണ് സങ്കടത്തോടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 15 കോടിയുടെ കുറവ് വന്നിരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നു. ഉത്രാട ദിനത്തിലെ മദ്യവിൽപ്പന ഏകദേശം 4 കോടി രൂപയുടെ വർധനയുണ്ടായി. അതായത് ഉത്രാട ദിനം മാത്രം 124.05 കോടി രൂപയുടെ മദ്യമാണ് കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ടത്. അപ്പൊ നമുക്ക് കേരളത്തെ പറ്റി എന്താ തോന്നേണ്ടത്? അതായത് സംസ്ഥാന സർക്കാരിനെ പൂവിട്ട് പൂജിക്കുന്നു മദ്യപന്മാര്. എങ്ങനെയാണ് അവർ പൂവിട്ട് പൂജിക്കുന്നത്? പോക്കറ്റിലുള്ള പൈസ എടുത്ത് ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിൽ കൊണ്ടുപോയി ഇത് പുഷ്പമാണ്, ഇത് ഗവൺമെന്റിന് ഇരിക്കട്ടെ, പകരം എനിക്ക് മദ്യം തരൂ എന്ന് പറഞ്ഞ് മദ്യക്കുപ്പികൾ വാങ്ങി കടന്നു പോകുന്നു. അങ്ങനെ ഗവൺമെന്റിനെ പൂവിട്ട് പൂജിക്കുന്നു. ഗവൺമെന്റ് മദ്യശാലകളെ എവിടെയെല്ലാം വർദ്ധിപ്പിക്കാമോ, ഇപ്പൊ ചില ദ്വീപുകളിലേക്കൊക്കെ മദ്യം വിൽക്കാനായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആരെ കൊണ്ടൊക്കെ മദ്യം കുടിപ്പിക്കാമോ അവരെ കൊണ്ടൊക്കെ മദ്യം കുടിപ്പിച്ച് ഖജനാവ് നിറയ്ക്കണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം. പക്ഷെ എല്ലായ്പ്പോഴും സർക്കാർ ഒരു കാര്യം ഓർക്കണം. ഈ മദ്യവുമായി മദ്യസേവനയും കഴിഞ്ഞ് കുടുംബങ്ങളിൽ എത്തുന്നവർ, കുടുംബശ്രീയുടെ പ്രോജക്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് കുടുംബശ്രീ മെമ്പേഴ്സ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവ് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പണം മുഴുവനും മദ്യം വിൽക്കുന്നിടത്ത് ചെലവഴിക്കുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാലോ, ഞാൻ ഈ കുടുംബശ്രീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുചെല്ലുന്ന അരി അവിടെ വേവിച്ച എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി വെച്ച അതുപോലും തൂവി എറിയുന്നു ഭർത്താവെന്ന് കണ്ണീരോടെ പറഞ്ഞ സ്ത്രീകൾ എത്ര പേരുണ്ടെന്നറിയാമോ? ഈ സർക്കാർ കുടുംബശ്രീയെ ചങ്കോട് ചേർത്തിരിക്കുന്നു എന്നല്ലേ പറയുന്നത്? എന്നിട്ട് എവിടെ പോയി ഈ കുടുംബങ്ങളെ ചേർത്ത് നിർത്താനുള്ള താല്പര്യമില്ലാതെ വരുന്നത്? കുടുംബങ്ങളെ ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ഗവൺമെന്റ് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കേരളം ഇതിനേക്കാളൊക്കെ എത്രയോ വൈശിഷ്ട്യമാർന്ന ഒരു സംസ്ഥാനമായിട്ട് മാറുമായിരുന്നു. പകരം ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഒരു വലിയ ലഹരി മരുന്നിന്റെ മാഫിയ, മദ്യമാഫിയ, അങ്ങനെ പലതരം മാഫിയകളുടെ ഒരു വിളയാട്ട ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തില് മദ്യം വിറ്റ് 700 കോടിയോ 714 കോടിയോ എത്ര കോടി കിട്ടിയെന്ന് പറഞ്ഞാലും ഓരോ കുടുംബത്തിന്റെയും നെഞ്ചത്തടിക്കുന്ന ആണിയായിട്ടാണ് ഞാനത് കാണുന്നത്. അവിടെ സമാധാനം വരണമെന്നുണ്ടെങ്കിൽ ഈ മദ്യത്തിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തേ മതിയാവൂ, സർക്കാരായാലും സുബോധത്തോടെ നടക്കുന്ന ജനങ്ങളായാലും. ഓണവിപണി അങ്ങനെ പതുക്കെ ഉറക്കത്തിലേക്ക് പോവുകയാണ്. കേരളം, അതായത് ഇന്ത്യയുടെ ജനസംഖ്യയുടെ 2.6% മാത്രമേ ഉള്ളൂ കേരളത്തിലെ ജനസംഖ്യ. പക്ഷേ ഇന്ത്യയുടെ ആകെ ഉപഭോഗത്തിന്റെ 10.1% കേരളത്തിൽ. ഏത് മേഖല എടുത്താലും, സ്വർണം എടുക്കുക, അതായത് ഇന്ത്യയിൽ ആകെ വിൽക്കപ്പെടുന്ന സ്വർണത്തിന്റെ 20% കേരളത്തിലാണ് വിൽക്കപ്പെടുന്നത് എന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണ്ടെത്തൽ. അങ്ങനെ അതുപോലെ വസ്ത്രമാകട്ടെ, ഏത് ഉൽപ്പന്നമാകട്ടെ 2.6% ഉള്ളൂ മലയാളികളെങ്കിൽ 10.1% അതിൽ കൂടുതലോ, അതായത് ഈ സ്റ്റാറ്റിസ്റ്റിക്സിലെ പിഴവ് വരാം. അപ്പൊ ഈ 10% കൂടുതലുമാകാം കേരളത്തിലെ ഉപഭോഗം. അങ്ങനെയാണല്ലോ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന, എനിക്കത് സൽപ്പേരെന്ന് പറയാൻ പറ്റില്ല, എന്നെ സംബന്ധിച്ച് അതൊരു ചീത്തപ്പേര് തന്നെയാണ്. കാരണം യുക്തിസഹമല്ലാതെ ആവശ്യമുള്ളതിനും അനാവശ്യത്തിനും വേണ്ടി പോക്കറ്റ് കാലിയാക്കുന്ന ഒരു ജനത
തീർച്ചയായിട്ടും യുക്തിസഹമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഒരു ഒരു സൽകീർത്തി കൊണ്ടുവരുന്ന കർമ്മമാണെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കേരളത്തില് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. സ്വർണത്തിന്റെ വിപണി തന്നെ 55,040 രൂപ വരെ വില ഉയർന്നു സ്വർണത്തിന്റെ. ഒരു പക്ഷേ ഏറ്റവും വലിയ ഉയർച്ച ആണ് സ്വർണത്തിനുണ്ടായത്. സ്വർണ വിപണിയിൽ തന്നെ വലിയ വിൽപ്പനയാണ് നടന്നത്. എല്ലാം കൃത്യമായ കണക്കുകളൊക്കെ ഇനിയും വരേണ്ടിയിരിക്കുന്നു. അത് വളരെ കൃത്യമായ കണക്കുകളൊന്നും സ്വർണ്ണ വ്യാപാരികൾ വെളിയിൽ വിട്ടിട്ടില്ല. കാരണം അവർക്ക് ഇതിനൊക്കെ നികുതി കൊടുക്കേണ്ടതാണ്. അപ്പോൾ കണക്കുകളൊക്കെ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാം എന്നൊക്കെ നോക്കി വളരെ സൂക്ഷ്മതയോടെ മാത്രമേ അവര് വിൽപ്പനയുടെ രീതികളും വിൽപ്പനയുടെ ക്വാണ്ടിറ്റിയും ഒക്കെ, എത്ര കിലോ വിറ്റു അല്ലെങ്കിൽ എത്ര കോടിക്ക് വിറ്റു, ഇത്തരം കാര്യങ്ങളൊക്കെ 7,000 മുതൽ 8,000 കോടി വരെ സ്വർണം വിൽക്കും എന്നായിരുന്നു നേരത്തെ ഓണത്തിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു പ്രവചനം. അതായത് ഗോൾഡ് വിൽക്കുന്നവരുടെ തന്നെ, വ്യാപാരികളുടെ തന്നെ ഭാഗത്തു നിന്ന് വന്ന ഒരു കമന്റ് ആയിരുന്നു 7,000 കോടി മുതൽ 8,000 കോടി വരെ വിലയ്ക്ക് സ്വർണം ഓണക്കാലത്ത് വിൽക്കപ്പെടുമെന്ന്. അങ്ങനെ വിറ്റിട്ടുണ്ടാകണം. ആ വിൽപ്പന അത്ര കണ്ട് വർദ്ധിച്ചു എന്നതുകൊണ്ടാണല്ലോ സ്വർണത്തിന്റെ വില 53,000-ൽ നിൽക്കുകയായിരുന്നു. അത് 55,040 രൂപ വരെ എത്തി എന്ന് പറയുമ്പോൾ, ഒരു പവന്റെ വിലയാണ് ഞാൻ ഈ പറഞ്ഞത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും അവരുദ്ദേശിച്ചതുപോലെ 7,000 മുതൽ 8,000 കോടി വരെയല്ല, ഒരുപക്ഷെ 9,000 കോടി വരെയോ 10,000 കോടി വരെയോ സ്വർണം വിറ്റുപോയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ അതായത് കേരളത്തില് തൊഴിലില്ല മീൻസ് നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളൊക്കെ തന്നെ പല കാലഘട്ടങ്ങളിലായി, അതായത് നോട്ട് നിരോധനം, അതിനെ തുടർന്ന് വന്ന കോവിഡ്, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുടെ ചുറ്റുവട്ടത്തിൽ അതിൻ്റെയൊക്കെ പ്രഹരമേറ്റ് നമ്മുടെ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളൊക്കെ തന്നെ ഇല്ലാതെയായി. വളരെ കുറച്ചു മാത്രമാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. പക്ഷെ നമ്മുടെ മന്ത്രി രാജീവ് ഇത് കേട്ടാൽ പിണങ്ങും. കാരണം അദ്ദേഹം പറയുന്നത് വലിയ തോതിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ നിയമപരമായ നോംസ് ഒക്കെ പാലിച്ചുകൊണ്ട് നാം 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് എന്ന് പറയും. ശരിയാണ്, അദ്ദേഹം പറയുന്നത് ഇവിടെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് വളരെ നന്നായി ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ കേരളം ഇപ്പോൾ കഞ്ഞി കുടിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെ ഈ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് ഇത്ര നന്നായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാകാം. അതുവഴി സ്ത്രീകളെങ്കിലും കുറെ പേര് അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ആ ജോലിക്ക് ഒരു 1,200 രൂപ എന്നൊരു ദിവസം, 1,400 രൂപ എന്നൊരു ദിവസം കൂലി കിട്ടത്തില്ല. പക്ഷെ അന്നേപ്പത്തിനുള്ള വക അവർ ആ മൈക്രോ സംരംഭത്തിൽ നിന്ന് കണ്ടെത്താറുണ്ട്. അതുകൊണ്ട് പട്ടിണി ഇല്ലാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്നതും ഈ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് വഴിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ കുടുംബശ്രീകൾക്ക് പോലും പാരയായിക്കൊണ്ട് ആരാണ് വരുന്നത്? ഈ പറയപ്പെട്ട അന്തർദേശീയ വ്യാപാരികൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ അന്തർദേശീയ വ്യാപാരികൾ ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ അന്തർദേശീയ വ്യാപാരികൾ വരുന്നതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്? ആരെയാണ് അത് ബാധിക്കുക? ഇവിടുത്തെ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ. നമ്മൾ ഓർക്കണം, ഇന്ത്യയിലെ തൊഴിലിൽ 96% വരെ നൽകുന്നത് നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ്. അതായത് 50 കോടി വരെ മൂലധന ശേഷിയുള്ള സംരംഭങ്ങൾ വരും ഇതിനകത്ത്, ഈ പറയപ്പെട്ട ഗണത്തില് MSMEയില്. ആ എന്റർപ്രൈസസ് ആണ് ഇവിടുത്തെ തൊഴിൽ സൃഷ്ടിക്കുന്നത്. ബാക്കി 4 മുതൽ 5% വരെ തൊഴില് ഗവൺമെന്റ് സർവൻസും IT പ്രൊഫഷണൽസും ഒക്കെ ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയെ ആഞ്ഞടിച്ച് തകർത്തുകൊണ്ടാണ് ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വേണ്ടി, ഇതൊക്കെ ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന ചൂതുകളിയായിട്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ ഗവൺമെന്റിന് ഇതാണ് ട്രേഡ് യൂണിയൻസ് നോക്കേണ്ട കാര്യം. ട്രേഡ് യൂണിയൻസ് ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അവരുടെ സഹതൊഴിലാളികളെ എങ്ങനെ ബാധിക്കും, ഇവിടുത്തെ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് അവർ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ BMS തൊട്ടുള്ള സർവ്വ തൊഴിലാളി യൂണിയനുകളും ഇത്തരം കച്ചവടങ്ങൾ, കോമേഴ്സ്, അവര് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നും വില കുറഞ്ഞു കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ് 10 മടങ്ങ് വില വർദ്ധിപ്പിച്ച് കാണിച്ച് ഇവിടെ കോമേഴ്സ് ആയിട്ട് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നത്. അങ്ങനെ നമ്മുടെ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ തച്ചുടയ്ക്കുക മാത്രമല്ല, ഇവിടുത്തെ ഉപഭോക്താക്കളുടെ പോക്കറ്റാണ് അവർ കാലിയാക്കി കൊണ്ടുപോകുന്നത് എന്ന കാര്യം വിസ്മരിക്കരുത്.